തുടങ്ങുന്നുണ്ട്. രാവിലെ പെട്ടെന്ന് തന്നെ ജോലിക്ക് പോകുന്നത്, ഓഫീസിൽ റെസ്റ്റ് എടുക്കുന്നത്, വീട്ടിലേക്ക് വന്ന ഉടനെ പെട്ടെന്ന് ഉറങ്ങുക എന്നിങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ഹീറോയിനെ അവോയ്ഡ് ചെയ്യുന്നുണ്ട്. അത് ഹീറോയിനും മനസ്സിലാക്കുന്നുണ്ട്. ഓഫീസിലാണെങ്കിൽ എന്തോന്നട്ടെ ഇവന് ഇവിടെ വന്ന് ഓവർ ടൈം ഡ്യൂട്ടി ചെയ്യുന്നത്, പുതുതായിട്ട് കല്യാണമായ അവിടെയല്ലേ ഓവർ ടൈം വേണ്ടത് എന്നിങ്ങനെ കളിയാക്കുന്നുണ്ട്. എന്നാൽ ഹീറോയുടെ വേദന ഹീറോക്ക് മാത്രമേ അറിയൂ. ഇങ്ങനെ ഒരുപാട് നാൾ കടന്നു പോയിട്ടുണ്ട്. ഒരു ഘട്ടത്തിൽ ഹീറോയിന് തന്നെ എന്തോ ഒന്ന് തെറ്റായിട്ടുണ്ട്. ശരി, സംസാരിച്ച് തീർക്കുക എന്ന് വിചാരിച്ച് ഇത്ര പെട്ടെന്ന് ഞാൻ നിങ്ങൾക്ക് ബോറടിച്ച് പോയോ എന്ന് ഹീറോയോട് വന്ന് സംസാരിക്കും. നമുക്കുള്ളിൽ മാത്രം ഉണ്ടാവേണ്ട പ്രൈവസി ഫാമിലിയോട് പറഞ്ഞ കാര്യം പറഞ്ഞ് സങ്കടപ്പെട്ട് നിങ്ങൾക്ക് എങ്ങനെയുള്ള ഹസ്ബൻഡ് വേണമെന്നാണ് നിങ്ങൾ ആഗ്രഹിച്ചത് എന്ന് ചോദിക്കുമ്പോൾ കുറച്ച് ഫണ്ണി ആയിട്ട്, ക്രേസി ആയിട്ട്, നോട്ടി ആയിട്ട്, റൊമാൻറ്റിക് ആയിട്ട്, കൂടെ റെസ്പോൺസിബിളും ആയിട്ടുള്ള ഒരു ഹസ്ബൻഡിനെയാണ് ഞാൻ ആഗ്രഹിച്ചത് എന്ന് ഹീറോയിന് പറയുമ്പോൾ അത് കേട്ട ഹീറോ ഒരുമാതിരി ഷോക്കായി മൂഞ്ചി വെച്ചിട്ട്, അപ്പോൾ നിങ്ങളുടെ എക്സ്പെക്ടേഷൻ പൂർത്തിയാക്കാൻ ഒരു 5-6 ആൾ വേണമല്ലോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഇതെല്ലാം കിട്ടണം ആഗ്രഹിക്കുന്നില്ല, ഇതിൽ ഏതെങ്കിലും ഒന്നെങ്കിലും വേണമല്ലോ, ഒന്നുപോലും ഹീറോ ഇവരോട് കാണിക്കുന്നില്ല എന്നതാണ് ഹീറോയിൻ്റെ സങ്കടമായിട്ടുണ്ടായിരുന്നത് എന്ന് പറയുമ്പോൾ, പക്ഷേ ഇതെല്ലാം കേട്ടിട്ട് സിമ്പിളായിട്ട് ഹീറോ സോറി, നിങ്ങൾ വെച്ചിട്ടുള്ള നിബന്ധനകളിൽ ഒന്നുപോലും എൻ്റെ അടുത്തില്ല, സോറി എന്ന് പറഞ്ഞു പോകുന്നുണ്ട്. ഇതൊരു സാധാരണ പ്രശ്നമാണ്, 2-3 ദിവസത്തിനുള്ളിൽ തീരും എന്ന് ഹീറോയും വിചാരിച്ചിട്ടുണ്ട്. എന്നാൽ അടുത്തടുത്ത നാളുകളിൽ MBA പഠിക്കാൻ പോകുന്നുണ്ട്, ഈവനിങ് ക്ലാസ് ഉണ്ട് എന്ന് പറഞ്ഞ് ഈവനിങ് പോലും വീട്ടിലേക്ക് പോകുന്നില്ല. ഇതുകൊണ്ട് ഹീറോയിന് ഈ ഒരു വീട്ടിൽ അടഞ്ഞിരുന്ന് ലോൺലി ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ശരി, ഓക്കെ, ഒരു ഘട്ടത്തിൽ ഞാനത് ശരിയാക്കേണ്ടത് എന്ന് വിചാരിച്ച് നേരിട്ട് സംസാരിക്കുക എന്ന് കരുതി അവരുടെ ക്ലാസ്സിലേക്ക് പോകാമെന്ന് പറഞ്ഞു പോയാൽ അവിടെ നമ്മുടെ ഹീറോ ഒരു പെണ്ണിനോട് സംസാരിക്കുന്നുണ്ട്. അത്രയുള്ളൂ, തീർന്ന്. അത് കണ്ട ഉടനെ ഇവർക്ക് ഭയങ്കര ദേഷ്യം വരുന്നുണ്ട്. നേരെ അവിടേക്ക് പോയി തല്ലുണ്ടാക്കുന്നുണ്ട്. അതിന് ശേഷമാണ് അറിയുന്നത് അവർ വഴി പറഞ്ഞു കൊടുക്കാനാണ് ആ ഒരു പെണ്ണിനോട് സംസാരിച്ച് ചെയ്യുന്നത്. പക്ഷേ എന്നാലും ഹീറോയിൻ ആ ഒരു പെണ്ണിനോട് സങ്കടത്തോടെ എന്നോട് എന്താണ് പറയുക, കല്യാണം കഴിച്ചിട്ട് എന്നെ ഒന്ന് തൊട്ടിട്ട് പോലില്ല എന്ന് ടെൻഷനിൽ പറയുന്നുണ്ട്. ഹീറോക്കും അത് ഒരുമാതിരി ആകുന്നുണ്ട്. വീട്ടിലേക്ക് വന്ന ഉടനെ ഹീറോയിന് ചോദിക്കുന്നുണ്ട്, ഹണിമൂൺ നമ്മളിപ്പോഴും പോയിട്ടില്ലല്ലോ, ഗോവയിലേക്ക് പോകാമെന്ന് പറഞ്ഞിരുന്നില്ല, ടിക്കറ്റ് വാങ്ങിയിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ടിക്കറ്റ് ഓൾറെഡി വാങ്ങിയിട്ടുണ്ട്. എന്നാൽ ഇന്ന് നടന്ന സംഭവം കൊണ്ട് ഹീറോയിൻ്റെ കൺമുന്നിൽ നിന്ന് അത് കയറി കളയുന്നുണ്ട്. നിങ്ങൾക്ക് എന്താണ് ഭ്രാന്താണോ എന്ന് ഹീറോയിൻ ചോദിക്കുന്നുണ്ട്. എന്നാൽ ഹീറോ ഒരുമാതിരി മൂഞ്ചി വെച്ചിട്ട് അതെ ഞാൻ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് സിമ്പിളായിട്ട് പോകുന്നുണ്ട്. എല്ലാം അവസാനിച്ചു എന്നതുപോലെ ഹീറോയിൻ ആയിട്ടുണ്ട്. ഇങ്ങനെ കല്യാണ ജീവിതം ഒരു ചോദ്യചിഹ്നമായി നിൽക്കുമ്പോഴാണ് ആ ഒരു സ്ഥലത്ത് നീല് എന്ന് പറയുന്ന പുതിയൊരു ക്യാരക്ടർ വരുന്നത്. ഇത് ആരാണെന്ന് നോക്കിയാൽ ഇത് ഹീറോയുടെ കസിനാണ്. അത് നല്ലൊരു ടൂറിസ്റ്റ് സീസൺ ആയതുകൊണ്ട് ഇവൻ ടൂറിസ്റ്റുകളെ കൊണ്ട് നടക്കുന്ന ഒരു ഇൻസ്ട്രക്ടറാണ്. അവൻ നമ്മുടെ ഹീറോയുടെ വീട്ടിലേക്ക് ഒരാഴ്ച താമസിക്കാൻ വന്നിട്ടുണ്ട്. വന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഹീറോയിൻ്റെ സൗന്ദര്യം കണ്ട് മയങ്ങുന്നുണ്ട്. എന്നിട്ട് ഹീറോയുടെ അമ്മയോട്, ആൻറ്റി നിങ്ങളുടെ മരുമകളോട് അവളുടെ കൈകൊണ്ട് ഒരു ചായ ഉണ്ടാക്കി തരാൻ പറ എന്ന് പറയുമ്പോൾ ഇവളോ, ചായയോ, എനിക്ക് മുടി വേണമെങ്കിൽ വെട്ടിത്തരും, അതല്ലാണ്ട് കുക്ക് ചെയ്യുന്ന സ്ഥലത്തേക്ക് തന്നെ ഇവൾ വന്നിട്ടില്ല എന്ന് പറയുമ്പോൾ ഇത് ഹീറോയിന് ഒരുമാതിരി ആകുന്നുണ്ട്. ഇത് നീല് നല്ലോണം നോട്ട് ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല നമ്മുടെ ഹീറോയിനും ഇടയിൽ ഒന്നും നടന്നിട്ടില്ല, അവർക്കിടയിൽ വലിയൊരു ഗ്യാപ്പ് ഉണ്ട് എന്നത് നോട്ട് ചെയ്യുന്നുണ്ടാവും. ഒരു നാളെ പുറത്തിരുന്നിട്ട് ഹീറോയിന് ദിനേശ് പണ്ഡിറ്റിൻ്റെ ക്രൈം നോവൽ വായിക്കുന്നുണ്ട്. അത് കണ്ട് നോട്ടീസ് ചെയ്ത് ആ ഒരു ബുക്കിലുള്ള ഒരു ക്യാരക്ടറിനെ കുറിച്ച് ഇവൻ പറയുമ്പോൾ ഓ നിങ്ങൾക്ക് ദിനേശ് പണ്ഡിറ്റ് നോവലൊക്കെ ഇഷ്ടമാണോ എന്ന് പറഞ്ഞിട്ട് ഇവൻക്കും ആ ഒരു നോവൽ ഇഷ്ടമാണെന്ന് ഹീറോയിന് മനസ്സിലാകുന്നുണ്ട്. ഇത് ഇവർക്കുള്ളിൽ നല്ലൊരു സിങ്ക് ഏർപ്പെടുത്തുന്നുണ്ട്. ഇവരാണെങ്കിൽ മേലിൽ നിന്ന് നിങ്ങളെങ്ങനെ ഇത്രത്തോളം സുന്ദരിയായി എന്ന് പറഞ്ഞ് ഒലിപ്പിച്ച് വലിഞ്ഞ് കയറുന്നുണ്ട്. ഇതാണെങ്കിൽ ഹീറോയിൻ്റെ മനസ്സിൽ ഒരുപാട് നാളുകൾക്ക് ശേഷം ഒരു വലിയൊരു സന്തോഷം കൊടുക്കുന്നുണ്ട്. നീലിൻ്റെ മേലെ റാണിയുടെ നോട്ടവും വീഴുന്നുണ്ട്. ഒരു ദിവസം നീലി വർക്കൗട്ട് ചെയ്യുന്നത് ഹീറോയിൻ മറഞ്ഞു നിന്ന് നോക്കുന്നുണ്ട്. അത് കണ്ട ഉടനെ പെട്ടെന്ന് അവൻ എനിക്കൊരു ചായ ഉണ്ടാക്കി തരൂ എന്ന് ചോദിക്കുമ്പോൾ ഇതുവരെ കിച്ചണിൻ്റെ ഏരിയയിലേക്ക് പോകാത്ത റാണി അവനക്ക് വേണ്ടിയിട്ട് കിച്ചണിലേക്ക് പോകുന്നുണ്ട്. പക്ഷേ ചായ ഉണ്ടാക്കാൻ അറിയാതെ സ്റ്റക്കായി നിൽക്കുമ്പോൾ അവിടെ ഹീറോ നിൽക്കുന്നുണ്ട്. എന്തോരം കാര്യങ്ങൾ അവിടെ നടന്നിട്ടുണ്ട് എന്നാൽ അതൊന്നും അറിയാതെ ഹീറോ അവിടെ നിൽക്കുന്നുണ്ട്. എന്താ എന്ന് ചോദിക്കുന്നുണ്ട്. ഇല്ല, ചായ ഉണ്ടാക്കാൻ വന്നതാണ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ചായ ഉണ്ടാക്കാൻ അറിയില്ലല്ലോ എന്ന് പറഞ്ഞ് ഹീറോ വന്ന് ചായ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. സത്യത്തിൽ ഇവരെന്തിനാണ് ചായ ഉണ്ടാക്കി കൊടുക്കുന്നത് എന്നാൽ എനിക്ക് വേണ്ടിയാണ് ആശിച്ച് ചായ ഉണ്ടാക്കാൻ വന്നത് എന്ന്. എന്നാൽ അവസാനം ചായ കൊണ്ടുപോയി നീലിന് കൊടുക്കുന്നുണ്ട്. അവൻ ആ ചായ കുടിച്ചിട്ട് ചായ ഇത്രയും ടേസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ പാചകം എത്ര സൂപ്പറായിരിക്കും, നിങ്ങളുടെ ഭക്ഷണം കിട്ടി മരിച്ചാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞ് സുഖിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അടുത്ത സീൻ അവൻക്ക് വേണ്ടി പാചകവും ചെയ്യാൻ തുടങ്ങുന്നുണ്ട്. ഇങ്ങനെ ഇതെല്ലാം ഒരുമാതിരിയായിട്ട് ഒരു സൈഡിൽ പോകുന്നുണ്ട്. ഒരു ദിവസം ഇവരെല്ലാവരും ചേർന്ന് പുഴയിലേക്ക് പോയിട്ടുണ്ട്. എന്നാൽ ഹീറോയിനെ വെള്ളത്തിൽ വീഴുന്നുണ്ട്. ഹീറോ രക്ഷിക്കാൻ നോക്കുമ്പോഴേക്കും നീര് വെള്ളത്തിൽ ചാടി ഹീറോയിനെ രക്ഷിക്കുമ്പോൾ അത് അവർ രണ്ടുപേരും അടുക്കാൻ വേണ്ടിയിട്ടുള്ള കാരണമാകുന്നുണ്ട്. അതിനുശേഷം അടുത്തടുത്ത സീനുകളിൽ ഈ ഒരു നീര് ആഗ്രഹിച്ച പോലെ ഹീറോയിനെ അവൻ്റെ വലയിൽ വീഴ്ത്തുന്നുണ്ട്. അവർ രണ്ടുപേരും ഇല്ലീഗലായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിലേക്ക് ഇറങ്ങുന്നുണ്ട്. ഹസ്ബൻഡിന് വേണ്ടി ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും അവനക്ക് വേണ്ടി ചെയ്യുന്നുണ്ട്. അവനേതോ ഹസ്ബൻഡിനെ പോലെ എനിക്ക് മട്ടൻ കഴിക്കണം എന്ന് പറഞ്ഞ ഉടനെ ഹീറോയിനാണെങ്കിൽ ഫുൾ വെജിറ്റേറിയൻ ആണ്. എന്നാൽ നീര് പറഞ്ഞ ഒരേ ഒരു കാരണം കൊണ്ട് അവനക്ക് വേണ്ടിയിട്ട് മാർക്കറ്റിൽ പോയിട്ട് മട്ടൻ വാങ്ങി പാചകം ചെയ്യാൻ കിച്ചണിലേക്ക് വരുന്നുണ്ട്. എന്നാൽ അത് നമ്മുടെ ഹീറോയുടെ അമ്മ ഇല്ല, എൻ്റെ വീട്ടിൽ കിച്ചണിൽ നോൺ വെജ് ഉണ്ടാക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ വാക്ക് തർക്കം കൂടുമ്പോൾ അപ്പോൾ ഹീറോ ഇവർക്ക് പാചകം ചെയ്യാൻ ആ ഒരു വീട്ടിൽ തനിയെ ഒരു സ്ഥലം റെഡിയാക്കി കൊടുക്കുന്നുണ്ട്. ഹീറോ അത്രത്തോളം പാവമാണ്. ഹീറോയിൻ്റെ മനസ്സ് വേദനിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു കിച്ചൺ റെഡിയാക്കി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു കഥയിൽ ഇവിടെ ഒരു ഫ്ലാഷ് കട്ട്, ഇവിടെയാണ് നീല് ഹീറോയെ അടിച്ച് കൈത്ത് നിൽക്കുന്ന പോലെ ഒരു കാഴ്ച നമുക്ക് കാണിക്കുന്നുണ്ട്. അവർ അങ്ങനെ കട്ട് ചെയ്ത് പ്രസൻറ്റിലേക്ക് വരുന്നുണ്ട്. സ്റ്റേഷനിൽ ഹീറോയുടെ ഒരേ ഒരു ഫ്രണ്ട് അവൻ വന്നിട്ട് ഇൻസ്പെക്ടറോട് ഈ ഒരു പെണ്ണും ഇവളുടെ കള്ള കാമുകനും ചേർന്നാണ് എൻ്റെ ഫ്രണ്ടിനെ കൊന്നത് എന്ന് സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇമോഷണലായിട്ട് ബഹളം ഉണ്ടാക്കുന്നുണ്ട്. അടുത്ത സീനിൽ ഹീറോയിനെ വിളിച്ചിരുത്തിയിട്ട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഇൻസ്പെക്ടർ നിങ്ങളും നീലും ഫിസിക്കൽ റിലേഷൻഷിപ്പിലായിരുന്നു എന്നൊരു ചോദ്യം ചോദിക്കും. അതിന് ഭയങ്കര ഇമോഷണലായ റാണി ദിനേശ് പണ്ഡിറ്റ് അവരുടെ നോവലിൽ എന്താണ് പറയുന്നത് എന്നാൽ രണ്ട് മനസ്സുകൾ തമ്മിൽ ചേരുന്നിടത്താണ് സ്നേഹമുള്ളത്, രണ്ട് ശരീരം ചേരുന്നിടത്ത് വെറും ലെസ്റ്റ് മാത്രം
മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞ് കഥ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഈ ഒരു നീല് ഹീറോയിൻ്റെ കൂടെ സെൽഫി വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നാട്ടിലേക്ക് പോകുകയാണ് എന്ന് പറയുമ്പോൾ നന്നായി എന്നെയും കൂട്ടിയിട്ട് പോ എന്ന് പറയുമ്പോഴാണ് ഈ ഹീറോയിൻ്റെ മനസ്സിൽ എന്താണുള്ളത് എന്നാൽ വെറും ഇല്ലീഗൽ റിലേഷൻഷിപ്പ് മാത്രമല്ല, ഹീറോക്കും ഹീറോയിനും ഒരിക്കലും സെറ്റ് ആവില്ല. നീലും ഹീറോയിനും തമ്മിലാണ് സെറ്റ് ആകുന്നത്. അതുകൊണ്ട് ഹീറോയോട് കൂടെയുള്ള ബന്ധം അവസാനിപ്പിച്ചിട്ട്, അതായത് ഡിവോഴ്സ് ചെയ്തിട്ട് ഇവൻ്റെ കൂടെ ലൈഫ് ആരംഭിക്കാം എന്ന് ഹീറോയിൻ വിചാരിച്ചിട്ടുണ്ട്. ഇതെല്ലാം അവനോട് പറഞ്ഞിട്ട് എനിക്ക് വേണ്ടിയിട്ട് ഞാൻ മട്ട ഉണ്ടാക്കിയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് അവന് വേണ്ടി സൂപ്പറായിട്ട് പാചകം ചെയ്ത് ഉണ്ടാക്കിയിട്ട് വരുമ്പോൾ ആ ഒരു നീല് ആ ഒരു വീട്ടിൽ നിന്ന് പറയാണ്ട് എസ്കേപ്പ് ആയിട്ടുണ്ട്. അത് മനസ്സിലായ ഉടനെ റാണിയുടെ മൂഞ്ചി മാറുന്നുണ്ട്. ആ ഒരു മൊമെന്റിലാണ് ഹീറോയിന് മനസ്സിലാകുന്നത് അവൻ വന്ന ജോലി തീർന്നതുകൊണ്ട് അവൻ എസ്കേപ്പ് ആയിട്ടുണ്ട്. അവൻ്റെ ഉദ്ദേശം വേറെ ആയിരുന്നു. ഹീറോയിന് ലവ് എന്ന പേരിൽ തെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സ്ഥലത്താണ് ഇതൊരു കുറ്റബോധമായി മാറാൻ തുടങ്ങുന്നത്. ഇപ്പോൾ അവനക്ക് വേണ്ടി ഉണ്ടാക്കിയത് ഹീറോക്ക് കൊടുക്കുന്നുണ്ട്. ഹീറോ എന്താണ് വിചാരിക്കുന്നത് എന്നാൽ എനിക്ക് വേണ്ടിയാണ് റാണി ഇത്രത്തോളം കഷ്ടപ്പെടുന്നത്. അപ്പോൾ ഹീറോ പറയുന്നുണ്ട്, എനിക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ നല്ലോണം കഷ്ടപ്പെടുന്നത്, എനിക്കത് മനസ്സിലാകുന്നുണ്ട്, നിങ്ങൾ സങ്കടപ്പെടേണ്ട, എത്രയും പെട്ടെന്ന് ഞാൻ മാറാം, നമുക്ക് രണ്ടുപേരും ഫ്രഷ് ആയിട്ട് ഒന്നിയും തുടങ്ങാമെന്ന് സ്നേഹത്തോടെ പറയുമ്പോൾ ആ ഒരു സ്ഥലത്ത് ഹീറോയിന് ഭയങ്കര കുറ്റബോധത്തിൽ ഇത് മറച്ചു പിടിക്കുന്നതാണ് തെറ്റ് എന്ന് വിചാരിച്ച് എല്ലാ സത്യങ്ങളും ഹീറോയോട് പറയുന്നുണ്ട്. ഒന്ന് ചിന്തിച്ച് നോക്ക്, ഇങ്ങനെ ഒരു വിഷയം വൈഫിൻ്റെ അടുത്തുനിന്ന് ഹസ്ബൻഡ് കേൾക്കുമ്പോൾ എങ്ങനെ ഉണ്ടാവും? പക്ഷെ അവിടെ ഹീറോ ഒന്നും പറയാണ്ട്, ഒന്നും റിയാക്ട് ചെയ്യാണ്ട് ഒരുമാതിരി സൈലൻ്റ് ആകുന്നുണ്ട്. എന്നിട്ടും ഭക്ഷണം കഴിച്ച് അവിടുന്ന് പോകുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു കാര്യങ്ങൾ ഇൻസ്പെക്ടറോട് പറഞ്ഞു തീരുമ്പോൾ നിന്റെ ഈ ഒരു കഥയെല്ലാം ഹീറോയെ അടിച്ചു കൊന്ന ആയുധം കിട്ടുന്നത് വരെ മാത്രമേ ഉള്ളൂ. ഹീറോയെ പോലെ നല്ലൊരു ഹസ്ബൻഡ് ഉണ്ടായിട്ടും എങ്ങനെ നിനക്ക് ഈ ഒരു നീലായിട്ട് ഇല്ലീഗൽ റിലേഷൻഷിപ്പിലേക്ക് പോകാൻ തോന്നി എന്നൊരു കാര്യം ചോദിക്കുമ്പോൾ ഈ ഒരു സ്ഥലത്ത് ഹീറോയിന് ഒരു കാര്യം പറയുന്നുണ്ട്. മക്കളെ, സത്യത്തിൽ നീലിനെ കൊണ്ടാണ് ഹീറോയുടെ ശരിക്കുള്ള മുഖം എനിക്ക് മനസ്സിലായത് എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഫ്ലാഷ് ബാക്കിലേക്ക് പോകുന്നുണ്ട്. ഹീറോ ആണ് റാണിക്ക് വേണ്ടിയാണ് കംപ്ലീറ്റ് ആയിട്ട് ചേഞ്ച് ആയിട്ടുള്ളത്. അവരെ കൊണ്ട് കഴിയാത്തതും അവരെ കംഫർട്ട് സോണിൽ നിന്ന് പുറത്ത് വന്ന് ചെയ്തിട്ടുണ്ട്. അതിൽ മുഖ്യമായിട്ട് കണ്ണാടി ഒഴിവാക്കിയിട്ട് ലെൻസ് ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ വീണ്ടും ലെൻസ് ഒഴിവാക്കിയിട്ട് കണ്ണാടി ഇടുന്നുണ്ട്. അതിൻ്റെ അർത്ഥം എന്തെന്നാൽ ഇതെല്ലാം ചെയ്തതൊക്കെ വേസ്റ്റായി പോയല്ലോ. അതിനുശേഷം വേദന താങ്ങാൻ കഴിയാതെ വീടിൻ്റെ പിന്നിലുള്ള കുളത്തിൽ പോയിട്ട് ചാവാൻ വരെ തീരുമാനിച്ചിട്ടുണ്ട്. എന്നാൽ ചാവാൻ ധൈര്യം വന്നിട്ടില്ല. എന്നാൽ നീലിനോട് ഭയങ്കര ദേഷ്യം വന്നിട്ടുണ്ട്. അതുകൊണ്ട് നേരെ അവൻ്റെ വീട്ടിൽ പോയിട്ട് അവനെ ഭയങ്കര അടി അടിക്കണം എന്ന് വിചാരിച്ച് പോയിട്ടുണ്ട്. എന്നാൽ ശരീരം കൊണ്ട് നീല് ഭയങ്കര പരശാലി ആയതുകൊണ്ട് അവന് ഹീറോയെ സെമ്മാട്ടി അടിച്ചിട്ടുണ്ട്. ആ ഒരു അടി ഹീറോയ്ക്ക് വേദനിച്ചിട്ടുണ്ടോ എന്നറിയില്ല. എന്നാൽ അതിനുശേഷം ഒരു അഡ്വൈസ് ചെയ്യുന്നുണ്ട്, നീ മര്യാദക്ക് നിന്റെ വൈഫിനെ സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിനക്കങ്ങനെ നടുവിൽ വരാൻ പറ്റുക എന്നൊരു കാര്യം ചോദിക്കുമ്പോൾ നമ്മുടെ ഹീറോ ഒരു വേദനയോടെ ചിരിച്ചിട്ട് ആദ്യം ഞാൻ അവളുടെ മനസ്സിലൊരു സ്ഥാനം പിടിക്കണം എന്നാണ് വിചാരിച്ചത്, അതിനുശേഷമാണ് ബാക്കിയൊക്കെ നടക്കണമെന്ന് ആഗ്രഹിച്ചത്. എന്നാൽ അതിനുള്ളിൽ നീ വന്നില്ലടാ. ശരി, അവൾ നിന്നെ ലവ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, എന്നെ വിട്ടിട്ട് നിന്റെ കൂടെ വരാമെന്ന് പറഞ്ഞിരുന്നില്ലേ, കൂട്ടിയിട്ട് വന്നൂടായിരുന്നു, എന്തിനാണ് വിട്ടിട്ട് വന്നത് എന്ന് ഇപ്പോൾ ഹീറോയിന് വേണ്ടിയിട്ട് നീലിനോട് സംസാരിക്കുമ്പോൾ ആക്ച്വലി നീലിന് ഹീറോയിനോട് ലവ് ഒന്നും ഉണ്ടായിട്ടില്ല, വെറും ലെസ്റ്റ് മാത്രമാണ് ഉണ്ടായിരുന്നത്. അതറിയാണ്ട് ഹീറോയിൻ ഇവൻ്റെ അടുത്ത് ലവ് എന്ന പേരിൽ പറ്റിക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ഇതെല്ലാം കേട്ടിട്ട് അടി വാങ്ങി അന്ന് രാത്രി ഹീറോ വീട്ടിൽ വന്നപ്പോൾ ഇപ്പോൾ അവരുടെ മുഖത്ത് മുറിവ് കണ്ട ഹീറോയിൻ എന്തായി എന്ന് ചോദിക്കുമ്പോൾ ഇവരും നടന്ന എല്ലാം പറയുന്നുണ്ട്. ആ ഒരു നീല് ആ ഒരു സിറ്റുവേഷൻ യൂസ് ചെയ്ത് എന്നെ പറ്റിച്ചു പോയിട്ടുണ്ട്, ഇത് തെറ്റ് ചെയ്തത് ഞാനാണ്, എന്നാൽ എനിക്ക് വേണ്ടി അവർ അടിയെല്ലാം വാങ്ങിയിട്ടുണ്ട് എന്ന് ചിന്തിച്ചപ്പോൾ സോറി പറഞ്ഞ് കാലിൽ വീഴാൻ പോകുമ്പോൾ ഹീറോ ദയവ് ചെയ്ത് ഈ ഒരു വീട് വിട്ട് പോയിക്കോ, നിന്നെ കാണുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ദേഷ്യം വരുന്നുണ്ട്, നിന്നെ കാണുന്ന ഓരോ നിമിഷവും ഞാൻ നിന്നെ അടിച്ചടിച്ച് കൊല്ലോ എന്ന് എനിക്ക് പേടിയാവുന്നുണ്ട്, ദയവ് ചെയ്ത് ഈ ഒരു വീട് വിട്ട് പോയിക്കോ എന്ന് മുഖത്തടിച്ച പോലെ ദേഷ്യത്തിൽ പറയുമ്പോൾ അടുത്ത നാൾ രാവിലെ തീർന്ന് ഇതിന് മേലെ ഒന്നും വർക്കാകില്ല എന്ന് വിചാരിച്ച് പെട്ടിയെടുത്ത് വലിയ വലിയ പെട്ടികൾ പാക്ക് ചെയ്ത് എന്നെ സ്റ്റേഷനിൽ ഡ്രോപ്പ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ അതൊന്നും പറ്റില്ല, നീ തനിയെ പോയിക്കൊന്ന് പറയുന്നുണ്ട്. അതിനുശേഷം ഹീറോയിൻ തന്നെ ആ ഒരു വലിയ വലിയ പെട്ടികൾ എടുത്ത് റോഡിലേക്ക് വന്ന് ഓട്ടോറിക്ഷ പിടിക്കാൻ വെയിറ്റ് ചെയ്യുമ്പോൾ അപ്പോൾ ആ ഒരു ഏരിയയിലുള്ള നീലിൻ്റെ ഫ്രണ്ട്സ് ഭയങ്കരമായിട്ട് കളിയാക്കുന്നുണ്ട്. എന്താണ് മാഡം, ഡ്രോപ്പ് ചെയ്യണോ, നീല് നോക്കിയതിനേക്കാൾ സൂപ്പറായിട്ട് ഞങ്ങൾ നോക്കാം എന്നതുപോലെ കളിയാക്കുന്നുണ്ട്. ഒരുമാതിരി കോണിക്കുറുകി ഹീറോയിൻ നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സ്ഥലത്ത് ഹീറോ വന്നിട്ട് നീ ഉള്ളിൽ പോ, ഓട്ടോറിക്ഷ വന്നിട്ട് ഞാൻ വിളിക്കാം എന്ന് പറഞ്ഞിട്ട് അവർക്ക് വേണ്ടി ഓട്ടോറിക്ഷ പിടിക്കാൻ നിൽക്കുമ്പോൾ ഇപ്പോൾ അവരെയും ഭയങ്കരമായിട്ട് കളിയാക്കുന്നുണ്ട്. ഇവിടെ ഹീറോയിൻ്റെ മനസ്സ് ഭയങ്കരമായിട്ട് കുത്താൻ തുടങ്ങുന്നത്. തെറ്റ് ചെയ്തത് ഞാനാണ്, എന്നാൽ നമുക്ക് വേണ്ടി ഇങ്ങനെ വന്ന് നിൽക്കുന്നുണ്ടല്ലോ, ഇതിനേക്കാളും എന്ത് ക്വാളിറ്റിയാണ് വേണ്ടത്? ഇങ്ങനെ ഒരു മനുഷ്യനെ ഞാൻ വിട്ടിട്ട് പോയാൽ ഈ ഒരു ലോകത്ത് ഇവരുടെ മര്യാദ തന്നെ പോകുമല്ലോ. ഇതിന് ശേഷം ഇവരെ കൂടെ തന്നെ ജീവിക്കണം എന്ന് ഡിസൈഡ് ചെയ്ത് പെട്ടിയെല്ലാം എടുത്ത് വീട്ടിലേക്ക് പോകുന്നുണ്ട്. എന്നാൽ ഇതിന് ശേഷമാണ് ഹീറോയുടെ ജോലി തുടങ്ങിയിട്ടുള്ളത്. ഹീറോയിനാണെങ്കിൽ എങ്ങനെയെങ്കിലും ഇവരുടെ അടുത്തുനിന്ന് ക്ഷമ വാങ്ങണം, എങ്ങനെയെങ്കിലും ക്ഷമ വാങ്ങിയിട്ട് അതിനുശേഷം ഫ്രഷായിട്ട് ജീവിതം തുടങ്ങണം. ഒരുപാട് ട്രൈ ചെയ്തിട്ടുണ്ട്, എന്നാൽ എങ്ങനെ ക്ഷമിച്ചു കൊടുക്കും? ഹീറോക്ക് സമാധാനത്തോടെ ഇരിക്കാൻ പോലും പറ്റുന്നില്ല. ഓരോ നിമിഷവും ഹീറോയിൻ നീലിൻ്റെ കൂടെയുള്ള കാഴ്ചകളാണ് ഇവർക്ക് വന്നിട്ട് പോകുന്നത്. ഹീറോയുടെ ദേഷ്യം എങ്ങനെയൊക്കെയാണ് കാണിച്ചിട്ടുള്ളതെന്ന് നോക്കിയാൽ ഒരു ദിവസം ഹീറോയിൻ കോണി ഇറങ്ങി വരുമ്പോൾ പടിക്കെട്ടിൽ നിന്ന് ഉരുണ്ട് വീണ് ഭയങ്കരമായിട്ട് വീഴുന്നുണ്ട്. അത് ദൂരത്ത് നിന്ന് ഹീറോ കണ്ട് രസിക്കുന്നുണ്ട്. എന്തെന്ന് നോക്കിയാൽ പടിക്കെട്ടിൽ എണ്ണ ഒഴിച്ച് വെച്ചതന്നെ ഹീറോയാണ്. ശേഷം കിച്ചണിൽ തീ ആടി കത്തുന്ന പോലെ സെറ്റ് ചെയ്യുന്നത്, അതിൽ കൈ പൊള്ളി നിൽക്കുന്ന ഹീറോയിനെ കണ്ട് രസിക്കുന്നത്. ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്തിട്ട് ഹീറോയിനെ വേദനിപ്പിച്ച് ഹീറോ രസിക്കുന്നുണ്ട്. കാരണം ഹീറോക്ക് ഉള്ളിലുള്ള ദേഷ്യം അത്രത്തോളം ഉണ്ട്. സോ ഇതെല്ലാം ഹീറോയിൻ ഇൻസ്പെക്ടറോട് പറഞ്ഞു തീർന്നിട്ട് ദിനേശ് പണ്ഡിറ്റ് അവരുടെ നോവലിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. പൂവറായിട്ടുള്ള ലവിൻ്റെ അടിത്തറ, അവർ ആ ഒരു ലവിന് വേണ്ടി ചിന്തുന്ന രക്തമാണ് എന്ന് പറഞ്ഞിട്ട് ഹീറോ എന്തോ ഒന്ന് പറയാൻ അപ്പോഴേക്കും പോലീസ് ഇങ്ങനെ വെറുപ്പിക്കുന്ന കവിത ഒന്നും ഇവിടെ വേണ്ട, ഇത്രയും തെറ്റായ കാര്യങ്ങൾ അവിടെ നടന്നിട്ടും എന്തിനാണ് നീ വീണ്ടും അവരുടെ കൂടെ നിന്നത്? കൊല ചെയ്യാനുള്ള കറക്റ്റായ സമയത്തിന് കാത്തിരുന്നതല്ലേ എന്ന് ഇൻസ്പെക്ടർ ചോദിക്കുമ്പോൾ ചേച്ചേ അവരുടെ ക്ഷമക്കാണ് ഞാൻ കാത്തിരുന്നത് എന്ന് പറഞ്ഞ് ഇപ്പോൾ വീണ്ടും ഹീറോയിന് ഫ്ലാഷ് ബാക്കിലേക്ക് പോകുമ്പോൾ
അങ്ങനെ ഹീറോയുടെ ക്ഷമയ്ക്ക് വേണ്ടി കാത്തിരിക്കുമ്പോൾ നാൾക്ക് നാൾ അവസ്ഥ മോശമായി പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഹീറോ സംസാരിക്കുന്നു പോലുമില്ല. അങ്ങനെ ഒരു ദിവസം ഹീറോ ഫ്രണ്ടിൻ്റെ കൂടെ കള്ളു കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടേക്ക് പോയ ഹീറോയിൻ ഭയങ്കര ഇമോഷണലായിട്ട് ഇങ്ങനെ ചെയ്താൽ എങ്ങനെ, ഞാൻ ക്ഷമ ചോദിച്ചില്ലേ, എന്നിങ്ങനെ കുറച്ച് കൊല്ലുന്നതിന് പകരം ഞാൻ ചാവ എന്ന് പറഞ്ഞിട്ട് മുകളിൽ നിന്ന് ചാടാൻ പോയിട്ടുണ്ട്. എന്നാൽ അപ്പോൾ ഹീറോ വന്ന് പിടിക്കുന്നുണ്ട്. രക്ഷിക്കാനാണ് പിടിക്കുന്നത് നോക്കിയാൽ പിടിച്ചിട്ട് ഭയങ്കരമായിട്ട് ഫീൽ ആകുന്നുണ്ട്. അവരുടെ ഉള്ളിലുള്ള എല്ലാ ദേഷ്യവും പുറത്ത് കാണിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ല എന്നെ വിട്ടു പോകാൻ, എന്നെ കണ്ടാൽ എനിക്ക് കൊല്ലാനാണ് തോന്നുന്നത്, എന്നെ വിട്ടു പോ എന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് അലറുന്നുണ്ട്. എന്നാൽ ആ ഒരു സ്ഥലത്ത് ഹീറോയിനെ പറ്റൂല, നിങ്ങളെ വിട്ടു പോകാൻ പറ്റൂല, ഇപ്പോഴാണ് എനിക്കെല്ലാം മനസ്സിലാകുന്നത്, ഞാൻ ചെയ്തത് തെറ്റാണ്, പക്ഷെ അത് അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല, അറിയാണ്ട് ചെയ്തതാണ്. പക്ഷേ ഇപ്പോൾ നിങ്ങളെപ്പോലെ നല്ലൊരാളെ വിട്ടിട്ട് പോയാൽ അതാണ് ഏറ്റവും വലിയ തെറ്റ്. എന്നെ കൊല്ലണമെങ്കിൽ നിങ്ങൾ എന്നോ കൊന്നിട്ടുണ്ടാവും, എനിക്ക് വേണ്ടത് നിങ്ങളുടെ ക്ഷമ മാത്രമാണ് എന്ന് പറഞ്ഞ് ബ്രേക്ക് ഡൗൺ ആയിട്ട് ഹീറോയിൻ കരയുന്നുണ്ട്. ഇപ്പോൾ ഒരു ഘട്ടത്തിൽ ഹീറോയിൻ കരയുന്നുണ്ട്. അങ്ങനെ മനസ്സലിഞ്ഞ് ഹീറോയുടെ ദേഷ്യം അങ്ങനെ പോകുന്നുണ്ട്. അടുത്ത ദിവസം രണ്ടുപേർക്കും ഉള്ളിലൊരു കമ്മിറ്റ്മെന്റ് വരുന്നുണ്ട്. റാണി പഴയ പോലെ ഞാൻ അങ്ങനെ തന്നെ ഉണ്ടാവുള്ളൂ, ഹൗസ് വർക്ക് ഒന്നും എനിക്കറിയില്ല, തോന്നിയ പോലെ നടക്കുള്ളൂ, ഈ ഒരു വക കാര്യങ്ങളൊക്കെ മാറ്റി വെച്ച് വീട്ടിലെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഹസ്ബൻഡിൻ്റെ അമ്മക്ക് അതൊരു അത്ഭുതമാകുന്നുണ്ട്. പക്ഷേ ഭയങ്കര സന്തോഷമാകുന്നുണ്ട്. ഹീറോയെ നല്ലപോലെ നോക്കുന്നുണ്ട്. ഇങ്ങനെ നാൾക്ക് നാൾ ഇവർ തമ്മിൽ ക്ലോസ് ആകുന്നുണ്ട്. അങ്ങനെ ഒരു ദിവസം ഇവർ മാളിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോഴാണ് വീണ്ടും ആ ഒരു വൃത്തികെട്ട നീലിൻ്റെ എൻട്രി. അവന് വേറൊരു പെണ്ണിൻ്റെ കൂടെ മാളിലേക്ക് വന്നിട്ടുണ്ട്. വേണമെന്ന് വിചാരിച്ചിട്ട് ഹീറോയുടെ കാറിന് മിറർ പൊട്ടിക്കുന്നുണ്ട്. അത് കണ്ട് ദേഷ്യം വന്ന റാണി എന്താണ് ചെയ്യുന്നത് എന്നാൽ നേരെ കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് അവൻ്റെ ബൈക്കിൻ്റെ മിറർ പൊട്ടിച്ച് മാസമായിട്ട് കാറിൽ വന്നിരിക്കുമ്പോൾ അപ്പോൾ പോലും നീല് വിടാണ്ട് എന്താണ് ഇപ്പോഴും നിൻ്റെ വൈഫിൻ്റെ കൂടെ വരണമെന്നാണല്ലോ തോന്നുന്നത് എന്ന് പറഞ്ഞ് ഹീറോയെ ദേഷ്യം പിടിപ്പിക്കുന്ന പോലെ പോകുന്നുണ്ട്. ഇവിടെയാണ് മക്കളെ ഒരു ചേസിങ് ഉള്ളത്. ഫസ്റ്റ് ഹീറോയിന് പറയുന്നുണ്ട് അവനെ അടിക്കണം എന്ന് ഹീറോ പറയുന്നുണ്ട്. എന്നാൽ ഹീറോ ചേസ് ചെയ്യുന്നുണ്ട്. അവനും മുക്കിലും മൂലയിലും കൂടി ഒക്കെ പോകുന്നുണ്ട്. ഹീറോ ആണെങ്കിൽ എവിടെയും വിടാതെ വിരട്ടി പോകുന്നുണ്ട്. ഒരു ഘട്ടത്തിൽ ഹീറോയുടെ ശരിക്കുള്ള മുഖം ഹീറോയിനെ കാണുമ്പോൾ അവർക്കൊരു ഭയം വന്നിട്ട് ഗതി കറങ്ങി പോകുന്നുണ്ട്. പൊതുവെ സൈലന്റ് ആയിട്ടുള്ളവരെ അവർക്ക് ദേഷ്യം കാണിക്കാൻ അറിയില്ലെന്നും ദേഷ്യം വരില്ലെന്നും എന്നൊന്നും ഒരു അർത്ഥമില്ല. ദേഷ്യം അടക്കി അവരുടെ ഉള്ളിൽ വെച്ചിട്ടുണ്ടാവും. ഹീറോയുടെ ആ ഒരു മുഖം കണ്ടിട്ട് വേണ്ട എന്ന് പറഞ്ഞിട്ട് ഹീറോയിൻ തന്നെ ഭയപ്പെടുമ്പോൾ എന്തോ ഭാഗ്യത്തിന് കാറിന് പോകാൻ കഴിയാത്ത സ്ഥലത്തോടെ നേരെ പോയി രക്ഷപ്പെടുന്നുണ്ട്. അവന് പേടിച്ച് പോകുന്ന ആ ഒരു മൂവ്മെന്റ് കണ്ട് ഹീറോ ഒരു സൈക്കോ ചിരിച്ചിരിക്കുന്നുണ്ട്. അവൻ പോയതിന് ശേഷമാണ് കാം ഡൗൺ ആകുന്നത്. ഇപ്പോൾ ചേസ് ചെയ്ത് വന്നപ്പോൾ കാർ കുറച്ച് ഡാമേജ് ആകുന്നുണ്ട്. അപ്പോൾ അവർ കാർ ഒരു മെക്കാനിക് ഷെഡിൽ ഇട്ടിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അവൻ്റെ സൈഡ് മിറർ പൊട്ടിച്ചതുകൊണ്ട് ഹീറോയിൻ്റെ കൈ മുറിയുന്നുണ്ട്. അത് നോക്കിയിട്ട് ഹീറോ എന്താണ് വേദനിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നു. നിങ്ങൾ എന്നെ നിറയെ പ്രാവശ്യം കൊല്ലാൻ വേണ്ടി ട്രൈ ചെയ്തിട്ടുണ്ടല്ലോ, അപ്പോൾ ഒന്ന് വേദനയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതൊന്നും ഒരു വേദനയല്ല എന്ന് പറയുമ്പോൾ ഈ ഒരു സ്ഥലത്ത് ഹീറോയിന് എന്താണ് പ്രതീക്ഷിച്ചത്, റൊമാൻറ്റിക് ആയിട്ട് ഫണ്ണി ആയിട്ട്. അങ്ങനെ ഹീറോയിന് നല്ലോണം ഇഷ്ടപ്പെട്ട ദിനേശ് പണ്ഡിറ്റിൻ്റെ നോവലിലുള്ള ഒരു ഡയലോഗ് ഹീറോ പറയുന്നുണ്ട്. എനിക്ക് വേണ്ടിയിട്ട് ഹീറോ ആ ഒരു ഡയലോഗ് വായിച്ചത് ഓർത്തിട്ട് പഠിച്ചത് ഓർത്തിട്ട് ഭയങ്കരമായിട്ട് സന്തോഷപ്പെടുന്നുണ്ട്. ഹീറോയിന് അത് മാത്രമല്ലാണ്ട് ഭയങ്കര റൊമാൻറ്റിക് ആയിട്ട് അടുത്തേക്ക് വരുന്നുണ്ട്. അവർ ഒരു റൂം എടുത്ത് ഭയങ്കര സന്തോഷത്തോടെ ഇവർ ഒന്ന് ചേരുന്നുണ്ട്. ഇങ്ങനെ ഇവർ രണ്ടുപേരും അളവിൽ കൂടുതലായിട്ട് ഒരു പ്രേമത്തിലേക്ക് വന്ന കഥ ഇപ്പോൾ ഇൻസ്പെക്ടറോട് പറഞ്ഞു തീരുമ്പോൾ ആ ഒരു കഥയാണ് ഇൻസ്പെക്ടറെ തൃപ്തിപ്പെടുത്തിയിട്ടില്ല, വിശ്വാസം വന്നില്ല. സോ അതുകൊണ്ട് ഈ ഒരു പെണ്ണ് തന്നെയാണ് ഹീറോയെ കൊല ചെയ്തിട്ടുള്ളത് എന്ന് പറഞ്ഞ് ഇവർ വിചാരണ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇൻസ്പെക്ടർ വീട്ടിൽ വന്ന് ചോദ്യം ചെയ്യുന്നുണ്ട്. അങ്ങനെ വീട്ടിൽ വന്ന് വിചാരണ ചെയ്യുമ്പോൾ സംഭവം നടന്ന 2 മണിക്ക് നീല ഇവരുടെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. അവൻ വന്ന് 15 മിനിറ്റ് കഴിഞ്ഞിട്ട് ജോലി കഴിഞ്ഞ് ഹീറോയും വന്നിട്ടുണ്ട്. ഇവർ രണ്ടുപേരും വീട്ടിലേക്ക് വന്നതിന് ശേഷം സാധനങ്ങൾ വാങ്ങാൻ ഹീറോയിന് മാർക്കറ്റിലേക്ക് പോയിട്ടുണ്ട്. അങ്ങനെ പോകുമ്പോൾ പുറത്ത് കളിച്ചുകൊണ്ടിരിക്കുന്ന ചെറിയ പെൺകുട്ടി അവളോട് ഹീറോയിന് പറഞ്ഞിട്ടുണ്ട് ഹീറോയുടെ ഡോർ ക്ലോസ് ചെയ്യാൻ പറയാൻ. എന്നാൽ അപ്പോൾ ക്ലോസ് ചെയ്തത് നീലാണ്. അത് ആ ഒരു ചെറിയ പെൺകുട്ടി കണ്ടിട്ടുണ്ട്. അതിനുശേഷം ഹീറോയിനെ മാർക്കറ്റിലേക്ക് കൂട്ടിയിട്ട് പോയ ഓട്ടോറിക്ഷക്കാരനെ ചോദ്യം ചെയ്യുന്നുണ്ട്. അതെ സർ, എൻ്റെ കൂടെ വന്നിട്ടാണ് മാർക്കറ്റിലേക്ക് പോയത്, അതിനുശേഷം മാംസ കഷ്ണങ്ങൾ തെരുവ് നായ്ക്കൾക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട്, അപ്പോഴാണ് സാർ ആക്സിഡന്റ് ഉണ്ടായത് എന്ന് പറയുന്നുണ്ട്. എല്ലാം നമ്മുടെ ഹീറോയിന് പറഞ്ഞ പോലെ തന്നെ ഉള്ളത്. എന്താണ് ഇവിടെ ഒന്നിനും കൊടുങ്ങാത്തത് എന്നിങ്ങനെ പോലീസ് ചിന്തിക്കുമ്പോഴാണ് അപ്പോൾ ഒരു സോളിഡ് എവിഡൻസ് ഇവർക്ക് കിട്ടുന്നത്. എന്നാൽ വിചാരണ ചെയ്തതിൽ ഒരു CCTV ഫുട്ടേജ് ഇവർക്ക് കിട്ടിയിട്ടുണ്ട്. അതിലാണെങ്കിൽ ഇവരുടെ വീടിന് പിന്നിലുള്ള കുളം അതിൽ നീല ചാടി നീന്തി രക്ഷപ്പെട്ടിട്ടുണ്ട്. ആ ഒരു ഫുട്ടേജ് ഇവർ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു സീനിയർ ഓഫീസർ വരുന്നുണ്ട്. എന്നിട്ട് എന്താണ് ചെയ്യുന്നതെന്നാൽ ഇനിയും എത്ര കാലമാണ്, അതൊരു ഫയർ ആക്സിഡന്റ് ആണ്, നിന്നോടാണ് അതൊരു കൊലയാണെന്ന് പറഞ്ഞത് എന്ന് പറഞ്ഞ് ചൂടാക്കുമ്പോൾ ഇല്ല സാർ എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്, എനിക്ക് ആ ഒരു പെണ്ണിൻ്റെ മേലിന് സംശയം എന്ന് പറയുമ്പോൾ എവിഡൻസ് ഉണ്ടോ നിന്റെ കയ്യിൽ, എവിഡൻസ് ഇല്ലാണ്ട് വളവളാന്ന് സംസാരിക്കില്ല, നിനക്ക് ഞാൻ 2 ദിവസം സമയം തരാം, അതിനുള്ളിൽ കേസ് ക്ലോസ് ചെയ്തില്ലെങ്കിൽ നിന്നെ ഞാൻ ട്രാൻസ്ഫർ ചെയ്യും എന്ന് പറഞ്ഞിട്ട് പോകുമ്പോൾ ഇത് ഈ ഒരു ഇൻസ്പെക്ടർക്ക് ഭയങ്കര ദേഷ്യമാകുന്നുണ്ട്. പെട്ടെന്ന് അവരെന്താണ് ചെയ്യുന്നതെന്നാൽ മേലെ വെയിറ്റ് ചെയ്താൽ ശരിയാവില്ല, അടിച്ച് വിചാരണ ചെയ്യണം എന്ന് വിചാരിച്ച് ലേഡീസ് പോലീസിനൊക്കെ വിട്ട് ലോക്കപ്പിൽ വെച്ച് ഭയങ്കര അടി നമ്മുടെ ഹീറോയിനെ അടിക്കുന്നുണ്ട്. പക്ഷേ എത്ര അടി കൊണ്ടാലും എത്ര വേദനിച്ചാലും ഒരേ കാര്യമാണ് ഹീറോയിൻ പറയുന്നത്, ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ കൊന്നിട്ടില്ല എന്ന്. ഇപ്പോൾ ആ ഒരു ലേഡി പോലീസ് തന്നെ പറയുന്നത് സാർ എനിക്ക് തോന്നുന്നത് ഇവൾ പറയുന്നത് ശരിയാണെന്നാണ്, ഇവൾ നല്ലോളാണെന്നാണ് തോന്നുന്നത്, നമ്മളാണ് തെറ്റായി ചിന്തിച്ച് അവളെ ടോർച്ചർ ചെയ്യുന്നത്, എനിക്ക് തന്നെ ഒരുമാതിരി ആകുന്നുണ്ട് സാർ എന്ന് പറയുന്നുണ്ട്. ഫസ്റ്റ് ആ ഒരു പോലീസ് സ്റ്റേഷനിൽ ഹീറോയിനെ ഒരു കൊലയാളിയെ പോലെയാണ് ട്രീറ്റ് ചെയ്തിട്ടുണ്ടാകുക. എന്നാൽ ഇപ്പോൾ എല്ലാ ഓഫീസേഴ്സും സാർ അവർ ചെയ്തിട്ടുണ്ടാവില്ല എന്ന് പറയുന്നുണ്ട്. എന്നാൽ ഇൻസ്പെക്ടർ വിടുന്ന പോലെ തന്നെ ഇല്ല. എന്താണ് ചെയ്യുന്നതെന്നാൽ ശരി ലൈ ഡിറ്റക്ടർ വെച്ച് ടെസ്റ്റ് ചെയ്യാം എന്ന് പറഞ്ഞ് അടുത്ത ദിവസം ഹീറോയിനെ ചെക്ക് ചെയ്യാൻ വിളിക്കുന്നുണ്ട്. എന്നാൽ ഹീറോയിന് വരുമ്പോൾ എന്താണ് ചെയ്യുന്നതെന്നാൽ ചെരുപ്പിൽ ഒരു മുള്ള് വെച്ച് അതിൽ ചവിട്ടി വരുന്നുണ്ട്. എന്തിനാണ് ഇതിങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കുമ്പോൾ ആ ഒരു ലൈ ഡിറ്റക്ടറിൽ ഇവരുടെ ഹാർട്ട് ബീറ്റ് ഹൈ ആയിട്ടാണുള്ളത്. പൊതുവേ കള്ളം പറയുമ്പോൾ മേലേക്ക് ഇറങ്ങും കയറും ഒക്കെ ചെയ്യും, പക്ഷേ എന്ത് ഉത്തരം പറഞ്ഞാലും അത് ഹൈ ആയിട്ടാണുള്ളത്. അതിന് കാരണം ഹീറോയിൻ സ്വയം ആയിട്ടുണ്ടാക്കിയ വേദനയാണ്. പക്ഷേ എന്നാലും തുടർന്ന് ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുന്നുണ്ട്. സംഭവം നടന്ന അന്ന് എന്തായെന്ന് ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് ചോദിക്കുന്നുണ്ട്. സംഭവം നടന്ന അന്ന് ഹീറോയുടെ അമ്മയും അച്ഛയും ഒരു കല്യാണത്തിന് വേണ്ടി പുറത്തേക്ക് പോകുന്നുണ്ട്. ആ ഒരു സമയം ഹീറോയുടെ ഓഫീസ് ഫ്രണ്ട്സ് വീട്ടിലേക്ക് വരുന്നുണ്ട്. നമുക്കൊരു പാർട്ടി നടത്താം എന്ന് ഹീറോ പറയുമ്പോൾ ശരി ഓക്കെ നിങ്ങൾ പോയിട്ട് പാചകം ചെയ്യാനുള്ള സാധനങ്ങൾ വാങ്ങിയിട്ട് വാ എന്ന് ഹീറോയിനും പറയുന്നുണ്ട്. എന്നാൽ സാധനങ്ങൾ വാങ്ങി ഹീറോ വീട്ടിലേക്ക് വരുന്നുണ്ട്. എന്നാൽ വന്ന് നോക്കും അവിടെ നീര് വന്ന് ഹീറോയിനോട് സംസാരിക്കുന്നുണ്ട്.
ഇത് കാണുമ്പോൾ ഹീറോയ്ക്ക് ടെൻഷൻ ആകുന്നുണ്ട്. എന്നാൽ ആ ഒരു ടെൻഷൻ കൂട്ടാൻ നീലി എന്താണ് ചെയ്യുന്നത്? വാ പോകാം, അതാ വന്നില്ല പറഞ്ഞിട്ട് വേഗം വാ. അതായത് ഇപ്പോഴും രണ്ടുപേരും ക്ലോസ് ആണെന്നുള്ള പോലെ വരുത്തി തീർത്തിട്ടുണ്ട്. അത് കേട്ട ഹീറോയിൻ ആണെങ്കിൽ അവനെ പിടിച്ച് ഭയങ്കരമായിട്ട് ചൂടാകുന്നുണ്ട്. അങ്ങോട്ട് നോക്കും, ദയവ് ചെയ്ത് എന്നെ വിശ്വസിക്കുക, വീണ്ടും നമ്മളെ തമ്മിൽ തെറ്റിക്കാൻ നോക്കുകയാണ് എന്ന് പറഞ്ഞ് ഹീറോയിൻ കരയുന്നുണ്ട്. ആ ഒരു സമയം ഹീറോയിനോട് പറയുന്നുണ്ട്, മാംസം വാങ്ങണമെന്ന് പറഞ്ഞിരുന്നില്ലേ, വാങ്ങിയിട്ട് വാ എന്ന് പറയുന്നുണ്ട്. ഇവിടെ എന്തോ നടക്കും എന്ന് ഹീറോയിൻ മനസ്സിലായിട്ടുണ്ട്. പക്ഷേ എന്നാലും ഹീറോ പറഞ്ഞതുകൊണ്ട് മാംസം വാങ്ങാൻ മാർക്കറ്റിലേക്ക് പോകാൻ പുറത്തേക്ക് വന്നിട്ടുണ്ട്. അപ്പോഴാണ് ആ ഒരു പെണ്ണിനോട് ഡോർ ലോക്ക് ചെയ്യാൻ പറ എന്ന് പറഞ്ഞത്. അതിനുശേഷം ഓട്ടോറിക്ഷക്കാരൻ മാർക്കറ്റിലേക്ക് വിട്ടിട്ടുണ്ട്. നല്ല വലിയൊരു മാംസ കഷ്ണം വാങ്ങിയിട്ടുണ്ട്. എന്നാൽ ആ ഒരു കടക്കാരൻ വെട്ടാൻ പോകുമ്പോൾ വെട്ടല്ലേ എന്ന് പറയുന്നുണ്ട്. കാരണം ആ ഒരു കത്തി തുരുമ്പ് പിടിച്ചതുകൊണ്ട് നിങ്ങൾ വെട്ടണമെന്ന് നിർബന്ധമില്ല എന്ന് പറഞ്ഞ് അടുത്ത കടയിൽ നിന്ന് വെട്ടിയിട്ട് അതിനുശേഷം ബാക്കിയുള്ള ഇറച്ചി കഷ്ണങ്ങൾ തെരുവ് നായ്ക്കൾക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോഴാണ് ആ ഒരു ബ്ലാസ്റ്റ് നടന്നിട്ടുള്ളത്. ഹസ്ബൻഡും മരിച്ചിട്ടുണ്ട്. ഇത് അത്രയും ഇപ്പോൾ ഹീറോയിൻ പറഞ്ഞു തീരുമ്പോൾ ഇൻസ്പെക്ടർ വിചാരിച്ച പോലുള്ള റിസൾട്ട് ഒന്നും വന്നിട്ടില്ല. അത് തന്നെയാണ് ഡോക്ടറും പറയുന്നത്. പൊതുവേ ഒരാൾ കള്ളം പറയുകയാണെങ്കിൽ ഹാർട്ട് ബീറ്റ് കൂടും കുറയും ഒക്കെ ചെയ്യും. എന്നാൽ ഇവരുടെ എപ്പോഴും ഹൈ ആയിട്ടാണുള്ളത്. എന്താണെന്ന് എനിക്ക് ഒന്നും മനസ്സിലായില്ല എന്ന് പറഞ്ഞ് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഹീറോയിൻ വെച്ച് നടക്കുന്ന ഡോക്ടർ കാണുന്നത്. അവരൊന്ന് ചെക്ക് ചെയ്യുന്ന പറഞ്ഞ് ഹീറോയിനെ ഇരുത്തി ചെക്ക് ചെയ്ത് നോക്കുമ്പോഴാണ് ചെരുപ്പിൻ്റെ ഉള്ളിൽ ഒരു ആണിയുണ്ട്. ഇതുകൊണ്ടാണ് ഹീറോയിൻ്റെ ഹാർട്ട് ബീറ്റ് ഹൈ ആയിട്ടുണ്ടായിരുന്നതെന്ന് ഡോക്ടർ പറയുന്നുണ്ട്. പെട്ടെന്ന് ഇൻസ്പെക്ടർ ദേഷ്യപ്പെടുന്നുണ്ട്. വേണമെന്ന് വിചാരിച്ച് ചെയ്തതാണ് എന്ന് പറഞ്ഞ് ചൂടാകുന്നു. ഇല്ല എന്തോ ഒന്ന് പൊട്ടുന്നുണ്ടായിരുന്നു, എന്താണെന്ന് മനസ്സിലായിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ സൈലൻ്റ് ആയിട്ടിരുന്നത് എന്ന് ഹീറോയിന് പറയുമ്പോൾ ശരി ഓക്കെ, ഇനിയും ഒരു പ്രാവശ്യം കൂടെ ചെക്ക് ചെയ്യാം, എന്നാൽ ഇതും കൂടെ എടുക്കാൻ പറ്റുള്ളൂ, 2 പ്രാവശ്യം മാത്രമേ ചെക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് ചെക്ക് ചെയ്യുന്നുണ്ട്. ഈ ഒരു പ്രാവശ്യം ഒരു വേദനയും ഇല്ലാണ്ട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. നിങ്ങൾക്കും നീലിനും അവിഹിതം വല്ലതും ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു. അതെ എന്ന് പറയുന്നുണ്ട്. നിങ്ങളും നീലും ചേർന്ന് പ്ലാൻ ചെയ്താണോ നിങ്ങളുടെ ഹസ്ബൻഡിനെ കൊന്നത് എന്ന് ചോദിക്കുമ്പോൾ ഒരിക്കലുമില്ല, ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ കൊന്നിട്ടില്ല എന്ന് പറയുമ്പോൾ ഇതും ആ ഒരു ലൈൻ ഡിറ്റക്ടറിൽ അവർ കള്ളമൊന്നും പറഞ്ഞിട്ടില്ലെന്ന് കാണിക്കുന്നുണ്ട്. സോ ഇവരുടെ ആവശ്യം എന്താണ്? ഹീറോയെ കൊന്നിട്ടുണ്ടോ എന്നാണ്. പക്ഷേ അവർ കൊന്നിട്ടില്ല എന്ന് ആ ഒരു റിസൾട്ടിൽ മനസ്സിലാകുമ്പോൾ ഇനി എന്തായാലും കേസ് തീർക്കണം. അതുകൊണ്ട് ഇൻസ്പെക്ടർ വേറെ വഴി ഇല്ലാണ്ട് ഹീറോയിൻ്റെ കയ്യിൽ നിന്നും സൈൻ വാങ്ങിയിട്ട് ഈ ഒരു കേസിന് നിങ്ങൾക്ക് ഒരു സമ്മതവും ഇല്ലെന്ന് പറഞ്ഞ് സൈൻ വാങ്ങുന്നുണ്ട്. അങ്ങനെ വാങ്ങിയിട്ട് ഹീറോയിൻ എണീറ്റ് എല്ലാ പോലീസിനും കൈയെടുത്ത് വണങ്ങുമ്പോൾ എല്ലാവർക്കും മനസ്സ് ഒരുമാതിരിയാകുന്നുണ്ട്. കാരണം എല്ലാവരും അത്രത്തോളം ടോർച്ചർ ചെയ്തിട്ടുണ്ട്. അവരും സോറി പറഞ്ഞിട്ട് വഴി കൊടുക്കുന്നുണ്ട്. ഇത് അങ്ങനെ ഇൻസ്പെക്ടർ നോക്കുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ അവരുടെ മനസ്സിൽ എന്താണ് പറയുന്നത് എന്നാൽ ഹീറോയിനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു കേസ് തീർന്നെന്ന് വിചാരിച്ചിട്ടുണ്ട്. എന്നാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കേസ് ഇപ്പോഴും തീർന്നിട്ടില്ലെന്ന് വിചാരിച്ച് അങ്ങനെ ജനൽ വഴി വലിഞ്ഞു നോക്കുമ്പോൾ ഹീറോയിൻ അങ്ങനെ പോയി നോക്കുന്നുണ്ട്. അപ്പോൾ ഇൻസ്പെക്ടർ ഉറപ്പിക്കുന്നുണ്ട് ഇവൾ എന്തോ ഒന്ന് മറച്ചു വെക്കുന്നുണ്ട് എന്ന്. അതുകൊണ്ട് ഹീറോയിനെ തുടർന്ന് ഫോളോ ചെയ്യാൻ തുടങ്ങുന്നുണ്ട്. എന്തെങ്കിലും എവിഡൻസ് കിട്ടുന്നത് വരെ എന്തൊക്കെയോ ട്രൈ ചെയ്തിട്ടുണ്ട്. എന്നാൽ അവസാനം വരെ അവർക്ക് ഒന്നും കിട്ടിയിട്ടില്ല. ഇതിൽ 5 വർഷത്തിൽ അവർക്ക് ട്രാൻസ്ഫർ വരെ വന്നിട്ടുണ്ട്. ശരി ഓക്കെ എന്ന് പറഞ്ഞ് ഈ ഒരു നാട് വിട്ട് ഫാമിലി ആയിട്ട് പോകുമ്പോഴാണ് റെയിൽവേ സ്റ്റേഷനിൽ എന്തോ വാങ്ങാൻ വേണ്ടിയിട്ട് പെട്ടിക്കടയിൽ നിൽക്കുമ്പോൾ അപ്പോൾ ഹീറോയിന് എപ്പോഴും പറയുന്ന ആ ഒരു ദിനേശ് പണ്ഡിറ്റിൻ്റെ നോവൽ കൊണ്ടുണ്ട്. അത് വാങ്ങി ട്രാവലിങ്ങിൽ അത് വായിച്ച് ഇവർ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് അതിലൊരു സ്റ്റേറ്റ്മെൻറ്റ് കാണുന്നത്. എന്നെങ്കിലും നമ്മൾ അറിയാണ്ട് ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം എന്നൊരു സ്റ്റേറ്റ്മെൻറ്റ്. അതിങ്ങനെ കൂടുതൽ വായിച്ചുകൊണ്ടിരിക്കും. അവരുടെ കണ്ണിൽ ഒരുപാട് നാളായിട്ട് തേടിക്കൊണ്ടിരിക്കുന്ന എന്തോ ഒന്ന് കിട്ടിയ തിളക്കം നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അത് എന്താണെന്ന് ഇപ്പോൾ നോക്കിയാൽ ഈ ഒരു സിനിമയുടെ ഒട്ടുമൊത്ത ടെസ്റ്റുകളും ഇവിടെ റിവീൽ ചെയ്യുന്നുണ്ട്. 5 വർഷത്തിന് മുന്നേ നടന്ന ആ ഒരു സംഭവം അത് നടക്കുന്നതിൻ്റെ കുറച്ച് സമയങ്ങൾക്ക് മുന്നേ കാണിക്കുന്നുണ്ട്. ഹീറോയിന് പറഞ്ഞ പോലെ നീല് വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. ഹീറോ പുറത്ത് പോയ നേരം നോക്കിയിട്ട് എനിക്ക് നിൻ്റെ കൂടെ ഇരിക്കണം വാ എന്ന് പറഞ്ഞിട്ട് ഹീറോയിനാണെങ്കിൽ ചൂടായിട്ട് അതൊന്നും പറ്റൂല, ഞാൻ പറ്റിക്കപ്പെട്ടിട്ടുണ്ട്, ലവ് എന്ന പേരിൽ ഞാൻ പറ്റിക്കപ്പെട്ടത്, എന്നാൽ ശരിക്കുള്ള ലവ് എന്താണെന്ന് എനിക്ക് മനസ്സിലായി എന്നിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഹീറോ വന്നിട്ടുള്ളത്. ഇവൻ ഉടനെ വാ പോവാം എന്ന് പറഞ്ഞ് ദേഷ്യം പിടിപ്പിച്ചിട്ടുണ്ട്. ഹീറോ ആണെങ്കിൽ മര്യാദക്ക് പോയിക്കോന്ന് പറഞ്ഞ് വിരട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവൻ ഹീറോയിൻ്റെ കൂടെ എടുത്ത വീഡിയോസ്, ഇവർ തെറ്റ് ചെയ്യുമ്പോൾ എടുത്ത വീഡിയോസ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതെല്ലാം ഞാൻ പുറത്ത് കാണിക്കും എന്ന് പറഞ്ഞ് വിരട്ടിയിട്ടുണ്ട്. എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഗ്രൂപ്പിൽ ഇട്ടും എന്നൊക്കെ പറഞ്ഞ് വിരട്ടിയിട്ടുണ്ട്. ആ ഒരു സമയം ഹീറോ ക്രൂരനായിട്ട് മാറിയിട്ടുണ്ട്. അവരുടെ ദേഷ്യം പുറത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. മാറ്റി അടിച്ചിട്ടുണ്ട്. നീല് ഹീറോയെക്കാളും ബലശാലി ആയതുകൊണ്ട് ഹീറോയെ തള്ളി തായിട്ട് കയത്ത് ഞെരിച്ച് ഹീറോയുടെ ജീവന് കുറച്ചായിട്ട് പോകാൻ തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് പോകാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതാണോ ഹീറോയുടെ മരണത്തിന് കാരണം എന്ന് നമ്മൾ ചിന്തിക്കുമ്പോഴാണ് ഇവിടെ ഹീറോയിൻ അവരുടെ ലവ് എത്രത്തോളം ഉണ്ടെന്ന് കാണിക്കുന്നത്. ഫ്രീസറിൽ വലിയൊരു മാംസകഷ്ണം വെച്ചിട്ടുണ്ട് ഫ്രീസ് ചെയ്തിട്ട്. അത് എടുത്ത് വന്നിട്ട് നേരെ വന്ന് നീലിൻ്റെ തല മണ്ട കടിക്കുന്നുണ്ട്. ആ ഒരു സ്ഥലത്ത് നീല് ആ ഒരു സമയത്ത് സെക്കൻഡിൽ ചത്തു പോകുന്നുണ്ട്. ശേഷം ഹീറോയിൻ ഇരുന്ന് കരയുന്നുണ്ട്. ഞാൻ ജയിലിലേക്ക് പോകുമല്ലോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എണീറ്റ് വന്ന ഹീറോ ഇല്ല, നിന്നെ ജയിലിലേക്ക് പോകാൻ ഞാൻ സമ്മതിക്കില്ല, നമ്മൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല, നമ്മളെന്തിനാണ് നമ്മുടെ ജീവിതം വിട്ടുകൊടുക്കുന്നതെന്ന് പറഞ്ഞിട്ട് നമ്മൾ നല്ലോണം ജീവിക്കും എന്ന് പറഞ്ഞിട്ട് ആ ഒരു ദിനേശ് പണ്ഡിറ്റ് നോവലിൽ വരുന്ന ഒരു ചാപ്റ്റർ ഹീറോ പറയുന്നുണ്ട്. അങ്ങനെ പറഞ്ഞ ഉടനെ ഹീറോ ഭയപ്പെടാൻ തുടങ്ങുന്നുണ്ട്. എന്തെന്ന് നോക്കിയാൽ പെട്ടെന്ന് ഇവർ എന്തൊക്കെയോ ചെയ്യാൻ തുടങ്ങുന്നുണ്ട്. നീലിൻ്റെ ഡ്രസ്സ് ഹീറോ ഇടുന്നുണ്ട്. അതിനുശേഷം നീലിൻ്റെ ഒരു കൈ പകുതി വെട്ടിയെടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു ബക്കറ്റിൽ ഒരുപാട് ഐസ് കട്ടകൾ ഇട്ടിട്ട് ഹീറോയുടെ കൈ അതിൽ മുക്കുന്നുണ്ട്. കൈ അങ്ങനെ ഫ്രീസ് ആക്കിയിട്ട് ഹീറോയിനോട് എൻ്റെ കൈ വെട്ടാൻ പറ എന്ന് ഹീറോ പറയുന്നുണ്ട്. സത്യത്തിൽ എന്താണ് ചെയ്യുന്നത് എന്നാൽ നീലിൻ്റെ ബോഡി ഹീറോയുടെ ബോഡിയാണെന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇവരുടെ ഐഡിയ. ആക്ച്വലി നീല് വന്നിട്ടുണ്ട്, ഹീറോയെ കൊന്നിട്ടുണ്ട്, ശേഷം എസ്കേപ്പ് ആയിട്ടുണ്ട്. ഇതാണ് ഹീറോയുടെ ഐഡിയ. എന്നാൽ ഇതൊക്കെ ചെയ്തിട്ട് അവരിങ്ങനെ ഒരുമിച്ച് ജീവിക്കുക എന്ന് നമുക്ക് ചിന്തിക്കാം. എന്നാൽ ഒരുമിച്ച് ജീവിക്കുന്നതിന് മുന്നേ ജീവനോടെ സമാധാനത്തോടെ ഇരിക്കണം. ഈ ഒരു ക്രൈമിൽ നിന്ന് ആദ്യം രക്ഷപ്പെടണം, അതിനുശേഷം ഒരുമിച്ച് ജീവിക്കാം എന്ന് പറഞ്ഞിട്ട് ഹീറോയിനോട് കൈ വെട്ടാൻ പറയുന്നുണ്ട്. എന്നാൽ ഹീറോയിനെ കൊണ്ട് കഴിയുന്നേ ഇല്ല. ഹീറോയിനെ കരയുന്നുണ്ട്. ഇതിനെല്ലാം കാരണം ഞാനാണ്, നിങ്ങളുടെ കൈ എന്തിനാണ് വെട്ടുന്നത്, എന്നെക്കൊണ്ട് കഴിയില്ല, ഞാൻ ജയിലിലേക്ക് പോകാം എന്ന് പറഞ്ഞ് തേങ്ങി കരയുന്നുണ്ട്. ഹീറോയിൻ വെട്ടുന്ന പോലെ തന്നെ ഇല്ല. എന്നാൽ പെട്ടെന്ന് ഹീറോ സ്വയം കത്തിയെടുത്ത് കുത്തുന്നുണ്ട്. ശരിക്കും ഇതാണ് ഹീറോയുടെ ലവിൻ്റെ പവർ. കൈ കട്ട് ചെയ്തിട്ട് നമ്മൾ ഒരുമിച്ച് ജീവിക്കും എന്ന് പറഞ്ഞ് രണ്ടുപേരും അത് ക്ലീൻ ചെയ്യുന്നുണ്ട്.
അതിനുശേഷം മാംസം വാങ്ങാൻ എന്ന പോലെ ഹീറോയിൻ മാർക്കറ്റിലേക്ക് അയക്കുന്നുണ്ട്. അതിന് കാരണം അവനെ കൊല ചെയ്ത ആ ഒരു ആയുധം നശിപ്പിക്കാനാണ്. ആ ഒരു ആയുധം എന്താണ്? ആ ഒരു മാംസ കഷ്ണം. അതിന് വേണ്ടിയിട്ട് ഹീറോയിന് ആ ഒരു മാംസ കഷ്ണം ബാഗിലിട്ട് ഇറച്ചി കടയിലേക്ക് പോയിട്ടുണ്ട്. ആ ഒരു കടയിൽ നിന്ന് വേറൊരു മാംസം വാങ്ങി, അതായത് എവിഡൻസ് ഇവിടുന്നാണ് ഇറച്ചി വാങ്ങി എന്നതുപോലെ വാങ്ങിയിട്ട് മാംസം വെട്ടണ്ട, നിങ്ങളുടെ കത്തി തുരുമ്പ് പിടിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് വേറെ കടയിൽ പോയി വെട്ടുന്നത് പോലെ പോയിട്ട് ഇവർ ആയുധമായിട്ട് ഉപയോഗിച്ചിട്ടുള്ള ആ ഒരു മാംസ കഷ്ണം കൊടുത്ത് അത് തുണ്ട് തുണ്ടായി വെട്ടി അത് നായ്ക്കൾക്ക് കൊടുത്തിട്ടുണ്ട്. ഇതിന് ശേഷം ഹീറോയിന് വേണ്ടി കൈ മുറിച്ച് ഹീറോ എന്താണ് ചെയ്യുന്നത് എന്നാൽ ഇവർ ഇലക്ട്രീഷ്യൻ ആയതുകൊണ്ട് ഈസി ആയിട്ട് സംശയം വരാത്ത പോലെ നാച്ചുറലായിട്ട് അത് നല്ലോണം പൊട്ടിത്തെറിക്കുന്ന പോലെ ഒരു സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു നീലിൻ്റെ ഡ്രസ്സ് ഇട്ടിട്ട് തട്ടി തടഞ്ഞ് ബിൽഡിംഗ് എല്ലാം എടുത്ത് ചാടി കറക്റ്റായിട്ട് വീട് പൊട്ടിത്തെറിക്കുമ്പോൾ അവളുടെ കുളത്തിൽ വീഴുന്നുണ്ട്. വെള്ളത്തിലാണെങ്കിൽ ഒരുപാട് രക്തം പോകുന്നുണ്ട്. ഹീറോക്കാണെങ്കിൽ ഒരു കൈ കൊണ്ട് നല്ലപോലെ നീന്താൻ പറ്റുന്നില്ല. അങ്ങനെ ഒരു ഘട്ടത്തിൽ നീന്താൻ കഴിയാതെ ഹീറോ ശ്വാസം നിലക്കുന്നുണ്ട്. അങ്ങനെ വെള്ളത്തിനടിയിലേക്ക് പോകുന്നുണ്ട്. ഇങ്ങനെ നടന്ന ഇതെല്ലാം ഇൻസ്പെക്ടർ കിട്ടിയ എവിഡൻസ് മൂലം ഗസ്റ്റ് ചെയ്ത് ചിന്തിക്കുമ്പോൾ 5 വർഷത്തിന് ശേഷം ഇവർ ട്രാൻസ്ഫർ ആയതിനു ശേഷം നമ്മുടെ ഹീറോയിനെ കാണിക്കുന്നുണ്ട്. ഒരു റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി തനിയെ നടന്നു പോകുമ്പോൾ അതിനടുത്ത് കയ്യില്ലാത്ത ഒരാൾ നടന്നു പോകുന്നുണ്ട്. അത് വേറെ ആരുമില്ല, അതാണ് നമ്മുടെ ഹീറോയാണ്. ഈ ഒരു സിനിമയുടെ തുടക്കത്തിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ 2 പേരുടെയും ജാതകം 100% പൊരുത്താണ്. ചിലപ്പോൾ ഇതുകൊണ്ടായിരിക്കും പറഞ്ഞിട്ടുണ്ടാകുക. ഇവരാണ് ഈ ലോകത്ത് ഏറ്റവും വലിയ ക്രിമിനൽ ജോഡികൾ. ഇവിടെ ഈ ഒരു സിനിമ തീരുന്നുണ്ട്. ഈ ഒരു സിനിമ തന്നെ ഇത്രയും സൂപ്പറാണ്. അടുത്ത പാർട്ട് എങ്ങനെ ഉണ്ടാവും എന്ന് വിചാരിച്ച് കണ്ടാൽ അതിൽ കൊടുത്തിട്ടുണ്ട് മക്കളായ വേറൊരു വലിയൊരു ടേസ്റ്റ്. എങ്ങനെ പറയണമെന്ന് അറിയില്ല. അടുത്തത് ഉറപ്പായിട്ടും അടുത്ത പാർട്ടാണ്. സോ വൺസ് അഗൈൻ സിനിമോട്ടോ 23 കൂടെ കൂടിക്കോ. ഇനിയും ഇതുപോലുള്ള ക്രൈം ത്രില്ലർ സിനിമകളായിട്ട് ഞാൻ വരാം. അതുപോലെ തന്നെ മക്കളെ ഒരു ലൈക്കും കൂടെ ചാമ്പിക്കോ, പിന്നെ ആ ഒരു ഹൈപ്പും കൂടെ. അപ്പോൾ ഓക്കെ ബൈ, സുല.